ഞാനിന്ന് തിരിച്ച് പി ജിയിലോട്ട് പോന്നേട്ടാ. എനിക്ക് മാംഗ്ലൂർ ഒരു എക്സാം ഉണ്ടായിനി. അത് അറ്റൻഡ് ആകാൻ വേണ്ടിയിട്ടായിരുന്നു ഞാൻ വന്നത്. അങ്ങനെ ഞാൻ ലഗേജ് നേരെ ക്ലോക്ക് റൂമിൽ വെച്ച്. സ്റ്റുഡൻ്റ് ആയതുകൊണ്ടോയെന്ന് അറിയില്ല, എനിക്ക് 15 രൂപയെ വാങ്ങിയിട്ടുള്ളൂ. 50 രൂപേൻ്റെ ഉള്ളിലാണെന്നാണ് ഞാൻ കേട്ട ക്ലോക്ക് റൂമിൽ. അങ്ങനെ ഞാൻ വന്നിട്ട് എക്സാമിന് എഴുതേണ്ട വീഡിയോ ഒന്നും എനിക്ക് എടുക്കാൻ പറ്റിയിട്ടില്ല. അങ്ങനെ ഞാൻ വന്നിട്ട് ഡ്രസ്സൊക്കെ മാറി ലഗേജ് എടുത്തിട്ട് പോയി. ശരിക്കും പറഞ്ഞാൽ റിസർവേഷൻ ബുക്കാക്കിയിട്ടുണ്ടായിരുന്നു, പക്ഷേ എൻ്റെ കഷ്ടകാലത്തിന് വെയിറ്റിംഗ് ലിസ്റ്റ് ആയിരുന്നു, കൺഫേം ആയിട്ടില്ല. ലാസ്റ്റ് ടൈമിൽ അത് ക്യാൻസലായി. എന്നിട്ട് ഞാൻ കിട്ടിയ ട്രെയിനിൽ കയറി. അങ്ങനെ ലേഡീസിൽ എപ്പോൾ കയറിയാലും എനിക്ക് ഫ്രീ സുഖം. പക്ഷേ ഈ ഫസ്റ്റൊക്കെ ഞാൻ നല്ല കടന്നിട്ട് പോകുന്നുണ്ടായിരുന്നു. കുറേ കഴിയുമ്പോൾ ആൾക്കാർ കയറാൻ തുടങ്ങി. അതുമല്ല, എൻ്റെ അടുത്തൊരു വയസ്സായ ഒരു അമ്മമ്മ ഉണ്ടായിരുന്നു. അവർക്ക് നല്ല കാല് വയ്യാതെ ഇരിക്കുന്ന കാരണം എന്നോട് പറഞ്ഞു, ഈ സീറ്റിൽ ഞാൻ കടന്നോട്ടെ, നീ അപ്പുറം ഇരിക്കാവോ ചോദിച്ചപ്പോൾ ഞാൻ പിന്നെ സ്ഥലം വിട്ടു കൊടുത്തു. പിന്നെ കുറയുമ്പോൾ നല്ല റഷ് ആവാൻ തുടങ്ങി. എന്നിട്ട് ഞാൻ എന്താക്കി, മേലൊരു സീറ്റ് ഒഴിവുണ്ടായിരുന്നു, അവിടെ കയറി കടന്നു. പിന്നെ എപ്പോഴാണ് എന്തോ എങ്ങനെയാണ് ബാംഗ്ലൂർ എത്തിയതും കൂടി അറിയില്ല. നല്ല തിരക്കുണ്ടായിരുന്നു ലേഡീസിൽ. ഫസ്റ്റൊക്കെ നല്ല സുഖമായിരുന്നു. പിന്നെ ബാംഗ്ലൂർ എത്തിക്കഴിഞ്ഞിട്ട് ഞാൻ എന്താക്കി, താഴെ ഇറങ്ങിയിരുന്നു. അപ്പോൾ ഒക്കെ ഒഴിവായിരുന്നു. അതുവരെ നല്ല തിരക്കായിരുന്നു. അത് കഴിഞ്ഞ് നല്ല ഒഴിവായിരുന്നു. ബാംഗ്ലൂരിൽ നിന്ന് ആരും ഇറങ്ങാനുണ്ടായില്ല ശരിക്കും പറഞ്ഞാൽ. അതായത് അവിടെ നിന്ന് ഞാൻ ബാംഗ്ലൂർ എത്തി നേരെ സ്റ്റേഷനിൽ ഇറങ്ങി. സ്റ്റേഷൻ കാണാൻ അടിപൊളി കേട്ടോ. ഏകദേശം ഒരു എയർപോർട്ട് ലുക്കൊക്കെ ഉണ്ട്. എന്നിട്ട് ഞാൻ അവിടുന്ന് പുറത്തിറങ്ങിയിട്ട് നേരെ ബസ് കയറി എൻ്റെ ലൊക്കേഷനിലേക്ക്. ബസ്സിൽ കയറിയ കാഴ്ച എന്ന് വെച്ചാൽ ഡ്രൈവർ നല്ല ഡ്രൈവറാട്ടോ. കാരണം അത്യാവശ്യം ഇപ്പോൾ ചോദിച്ചു, എനിക്ക് നല്ലോണം ഡൗട്ട് ഉണ്ടായിരുന്നു എവിടെ ഇറങ്ങണ്ടേ, എങ്ങനെ ഇറങ്ങണം, ഇത്രയും ബസ്സിന് ടിക്കറ്റ്. അപ്പോൾ ആളെല്ലാം ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞു തന്നു. പിന്നെ 2 വയസ്സായവർ വേണ്ടിട്ട് ഈ 5 മിനിറ്റ് ബസ് നിർത്തിയിട്ടോ. നമ്മുടെ നാട്ടിലായിട്ട് ആയിരിക്കണം, വെയിറ്റ് ചെയ്യില്ലാണ്ട് ഒറ്റ പോക്ക് പോയായിരുന്നു. അപ്പോൾ ഇവരെ കയറ്റാൻ വേണ്ടിയിട്ട് ആൾ 5 മിനിറ്റ് ബസ്സൊക്കെ നിർത്തിയിട്ടു. എനിക്കിങ്ങനെ നല്ല ഉറക്കക്ഷീണം ഉണ്ടായിരുന്നു. ഉറക്കമെന്ന് വെച്ചാൽ ഞാൻ നേരം വണ്ണം ഉറങ്ങിയിട്ടില്ല. അവിടെ ഇവിടെയൊക്കെ നോക്കി കണ്ണും വയ്യാതിരിക്കുകയായിരുന്നു. എന്നാൽ സീറ്റും ഉണ്ടായില്ല. അവസാനമായിരുന്നു എനിക്ക് മേലെ സീറ്റ് കിട്ടിയത് കിടന്നുറങ്ങാൻ വേണ്ടിയിട്ട്. എന്നിട്ട് നേരെ ഞാൻ സ്റ്റോപ്പിലെത്തിയിട്ട് പി ജിയിൽ പോയി കുളിച്ച് ഫ്രഷ്